അപ്പോൾ ഇന്നത്തെ യാത്ര വെനീസിലേക്കാണ്. റോം ടു വെനീസാണ്. അപ്പോൾ റോം ടു വെനീസ് ഞങ്ങൾ ട്രെയിനാണ് എടുത്തത്. ഇപ്പോൾ രാവിലെ തന്നെ ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് വെനീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതുള്ളൂ. റോമിലത്തെ റെയിൽവേ സ്റ്റേഷൻ വെരി ബിഗ് റെയിൽവേ സ്റ്റേഷനാണ്. 28 പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതിൽ. ട്രെയിനും നല്ല സൂപ്പർ ട്രെയിനാണ്. ഇത്രയും ക്ലീനും ഒക്കെ ആയിട്ടുള്ള ട്രെയിന് നമുക്ക് ഇവിടെയൊന്നും കാണാനേ പറ്റില്ല അങ്ങനത്തെ ഒരു ട്രെയിന്. അങ്ങനെ ഞങ്ങൾ വെനീസിലെത്തി. വെനീസ് എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് വെള്ളമാണ്, ഒരു നമ്മുടെ ആലപ്പിയൊക്കെ പോലുള്ള ഒരു സ്ഥലമാണ് വെനീസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഉള്ള Airbnb നല്ല പ്ലേസാണ്. നല്ല റൂംസും നല്ല അക്കോമഡേഷനും ആയിരുന്നു. നല്ല ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഷോപ്പിംഗ് പ്ലേസസൊക്കെ ഉണ്ട്. ബാഗ്സും എല്ലാ ലെതർ ബാഗ്സ് ഇവിടെ നിന്ന് കുറച്ച് ചീപ്പായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല അത് ഒറിജിനൽ ആണോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങാനൊന്നും പോയില്ല. അങ്ങനെ വെനീസിൽ ഫുള്ള് വെള്ളമാണ്. നല്ല രസമുണ്ട് പക്ഷെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാ സ്ഥലത്തേക്കും ആക്സസ് ഉണ്ട് നമുക്ക്, ബ്രിഡ്ജും ഇതൊക്കെ ആയിട്ട്. ഇപ്പോൾ കുറേ നടക്കണം, പക്ഷെ ഒരുപാട് നടക്കണം. അങ്ങനെ നടന്നിട്ട് വേണം നമ്മൾ സ്ഥലങ്ങളൊക്കെ പ്ലേസസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ റൂം നല്ല Airbnb റൂമാണ്. നല്ല റൂംസാണ്. സോ 2 ബെഡ്റൂം ഉണ്ട്. ഇറ്റ്സ് വെരി നൈസ് അക്കോമഡേഷൻ ആയിരുന്നു. കിച്ചണും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുൾ കോഫിയും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങളെത്തി. പിന്നെ റെസ്റ്റ് എടുത്തു. അതിനുശേഷം വീണ്ടും ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ പോയത്. രാവിലെ വാക്കിംഗ് ടൂർ ഉണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ ഒരു വാക്കിംഗ് ടൂർ അറ്റൻഡ് ചെയ്തു. യൂഷ്വലി എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ഞങ്ങൾ വാക്കിംഗ് ടൂർ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇതൊരു ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. എല്ലാ ഫിഷുകളും ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഇത്ര പോലത്തെ ഫിഷൊക്കെ തന്നെയാണ്. കുറേ ഫിഷ് കണ്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് വാക്കിംഗ് ചെയ്യാണ് ഇപ്പോൾ ഇത് തന്നെ. വാക്കിംഗ് ടൂർ തുടങ്ങിയിട്ടില്ല. വാക്കിംഗ് ടൂർ ഇനി നെക്സ്റ്റ് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും വാക്കിംഗ് ടൂർ തുടങ്ങുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതിനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ചെറിയ വഴികളുണ്ട്. അങ്ങനെ വെഹിക്കിൾസൊന്നും പോയില്ല. അത് തന്നെ നമ്മൾ നടന്നിട്ട് തന്നെ പോകണം. ഇങ്ങനത്തെ ബോട്ട്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട്. നല്ല ചാർജും ഉണ്ട് കേട്ടോ. ബോട്ട്സിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല ചാർജും. രാവിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കും. രാവിലെ ആയ കാരണം എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഞങ്ങളൊരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പോയോണ്ടിരിക്കുകയാണ്. ഫെറിയിലാണ് പോയത്. അപ്പോൾ ഞങ്ങളൊരു ഗ്ലാസ് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നാണ് ഇവരിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ഉണ്ടാക്കണത് ഇങ്ങനെ ഇതേമാതിരി തീയിലൊക്കെ ഇട്ടിട്ട് ഉരുക്കി പിടിച്ച് അങ്ങനെയൊക്കെയാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. അയാളവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ
Why we would like to show you അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ. because the main technique in Murano is the blowing technique when the pieces are all on side. So the blowing technique is the mama of Murano, the beginner. The sculpture technique is the modern technique in Murano because it's not blowing anymore, it's stretched with pieces. Okay? വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അയാൾ ഗ്ലാസ് ഉണ്ടാക്കി കേട്ടോ. അയാൾ കുറേ ടൈമിൽ തീയിൽ വയ്ക്കും, അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരും, അതിന് ഉരുട്ടിയെടുക്കും, വീണ്ടും തീയിൽ വയ്ക്കും. ഇതൊക്കെ ഒരു തരം എക്സ്പീരിയൻസ് ആണ്. അയാൾ 13 years തൊട്ടിട്ട് തുടങ്ങിയതാണ് എന്നാണ് അയാൾ പറയുന്നത്. അവിടെ ആ ഗ്ലാസ് ഫാക്ടറിയിൽ അയാൾ 13 years തൊട്ടിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര ഈസി ആയിട്ട് ഗ്ലാസ് ഉണ്ടാക്കണമുണ്ട്. പക്ഷേ ഈ ഗ്ലാസ് ഫാക്ടറിയിൽ എന്തോ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം അവിടെ പോകുമ്പോഴും ഓരോ സാധനം എടുക്കുമ്പോഴും ഒക്കെ. അവിടെ ഈ ഗ്ലാസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് അവരവരുടെ ഒരു ഷോപ്പുണ്ട്, അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ അവിടെ പോയ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വീണതേ ഉള്ളൂ. ഇവർ 5 years 7 years ഒന്നും പൊട്ടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്, ചുമ്മാ പറയണതാണ്. അതെൻ്റെ കയ്യിൽ നിന്ന് വീണു. എന്നിട്ട് അതിന് ഓൾമോസ്റ്റ് 70 euros കൊടുക്കേണ്ടി വന്നു. 70 euros പറഞ്ഞാൽ ഓൾമോസ്റ്റ് 7,000 സംതിങ്. അതും അത്രയും ഒരു വರ್ತല്ലാത്തൊരു സാധനമായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് വീണു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ അത്രയും കാശ് കയ്യിൽ നിന്ന് വാങ്ങി. ഒന്നും ചെയ്യാനില്ലായിരുന്നു, കാശ് കൊടുക്കല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പം അത് കാരണം കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു പോന്നു. അത് ഭയങ്കര സങ്കടമായിരുന്നു. ഇത്രയും കാശ് സിംപ്ലി ചിലവാക്കിയ ഇത് ഭയങ്കര ടെൻഷനായിരുന്നു. അന്നത്തെ ദിവസം മൊത്തം ഒരു പോക്കായിരുന്നു. അങ്ങനെ അയാൾ ഗ്ലാസ് ഇനിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. യെസ്, അപ്പം അങ്ങനെ അയാൾ ഗ്ലാസ് റെഡി ആയിട്ടുണ്ട്. അയാൾ കാണിച്ചു തരുന്ന ഗ്ലാസ് ഇങ്ങനെയായിട്ടാണ് ഗ്ലാസ്സാണ് അയാൾ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം അയാൾ ഇനിയൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് അയാൾ ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കണം. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ഗ്ലാസ് ഫാക്ടറിയിലത്തെ എല്ലാ ഐറ്റംസും ഇയാളാണ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഗ്ലാസ്സൊക്കെ നമുക്ക് അങ്ങനെ വാങ്ങുമ്പോഴും സൂക്ഷിക്കണം. കാരണം കുറേ ട്യൂബുണ്ട്, ചൈനയിൽ നിന്ന് പറഞ്ഞ കുറേ ട്യൂബ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. വളരെ റെയറാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഗ്ലാസ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയിട്ട് കൂടിയിട്ട് അതിലത്തെ ഒരു പ്രോഡക്റ്റ് ഡ്യൂപ്പായിരുന്നു. ഒരു പെർഫ്യൂമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിൽ വാങ്ങിയായിരുന്നു. ആ ബോട്ടിൽ ഡ്യൂപ്പായിരുന്നു. എൻ്റെ അപ്പം അങ്ങനെ അയാളുടെ അടുത്ത ഐറ്റം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ടുള്ള വെള്ളക്കുതിരയായിരുന്നു. നന്നായിട്ടുണ്ടാക്കിയല്ല. ഇപ്പം ഇനി ഞങ്ങൾ എടുത്തു കൊടുക്കും. Very nice. Allora, this is to show you that you do not have to touch. Because if you touch, you remain Murano for the rest of your life. ഇത്രയും ചൂടുണ്ട് കേട്ടോ. ചൂടിലാണത് കിടന്നിട്ട് കത്തണത്.
ഇതാണ് ആ ഗ്ലാസ് ഫാക്ടറി. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഗ്ലാസ് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ വേറൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും താമസിക്കണില്ല എന്നാണ് പറയുന്നത്. ആകെ 5 പേരായിട്ടാണ് അവിടെ താമസിക്കുന്നുള്ളൂ ആ ഐലൻഡിൽ. അങ്ങനെ അവിടെ ഒരു ചർച്ചുണ്ട്. മെയിനായിട്ട് അതൊക്കെയാണ് കാണാനുള്ളൂ അവിടെ. വെറും ടൂറിസ്റ്റ് മാത്രമാണ് അവിടെ വന്നു പോണത്. പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ക്ലീനാണ് കേട്ടോ. ഭയങ്കര രസം, വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കളർ ഹൗസസ് കേട്ടോ. സോ ഈ ഏരിയയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഒക്കെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഹൗസസ്സാണ് അവിടെ. ടൊമാറ്റോ ആണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൊമാറ്റോസാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ടൊമാറ്റോസാണ്. ഒക്കെ നീളത്തിലും റൗണ്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൊമാറ്റോസ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ.